അപ്പൊ നമ്മള് ക്രിസ്മസ് ആയിട്ട് വാഗമണ്ണിലേക്ക് ടൂർ പോവാണ്. ഇന്ന് 24-ാം തീയതി. 25-ാം തീയതി നമ്മള് ടൂർ കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ ഇന്ന് വാഗമണ്ണില്, നാളെ ഗവിയില്. അപ്പോൾ ഇങ്ങനെയാണ് ടൂറിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ. ഇനി വാഗമണ്ണിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താന്ന് നോക്കാം. ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഹോട്ടലിന്റെ പേര്? വൈഭവ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറിയേക്കാണ്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വാഗമണ്ണിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗൈസ്, നമ്മളപ്പോ 2 ഫാമിലി ആയിട്ടാണ് പോണത്. ഒന്ന് എൻ്റെ പപ്പയുടെ ഫാമിലിയും പിന്നെ എൻ്റെ പപ്പയുടെ കൂട്ടുകാരൻ്റെ ഫാമിലി. അങ്ങനെ 2 ഫാമിലി ആയിട്ടാണ് പോണത്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ യാത്രയിലാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു? വാഗമണ്ണ്. വാഗമണ്ണയിലേക്ക്. സ്ഥലപ്പേര് മറന്നു. അവിടേക്ക് എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. കുറച്ച് യാത്ര വിശേഷങ്ങളും കാണാം. ഗൈസ്, നമ്മളപ്പോൾ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നോവ എടുത്തിട്ടാട്ടോ നമ്മൾ പോണേ വാഗമണ്ണയിലേക്ക്. അവിടേക്ക് ഇന്നോവ എടുത്തിട്ടാട്ടോ പോണേ. അപ്പോൾ 2 ഫാമിലിയും കൂടി കുറേ പേരുണ്ടാവില്ല. അപ്പോൾ ഇന്നോവ എടുത്താൽ തികയും. അത് കാരണം ഇന്നോവ എടുത്തിട്ട് പോവുകയാണ്. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളപ്പോൾ വാഗമണ്ണയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ റിസോർട്ടിലേക്കാണ് പോണത്. പോണ വഴിയൊക്കെ കണ്ടോ, അവിടെ ഒരു കെട്ടിടം ഉണ്ട് കേട്ടാ. ഒരു കുഞ്ഞ് വീട്. നിങ്ങൾക്ക് കാണാനുണ്ടോന്നറിയില്ല. കുറച്ചുകൂടി നേരത്തെ വീഡിയോ പിടിക്കുകയാണെങ്കിൽ കാണാമായിരുന്നു. നമ്മൾ ആ വഴിയായിട്ട് പോണേ. കണ്ടുകഴിഞ്ഞാൽ ശരിക്കും വീഡിയോ ഗൈസ്. അത് അതേപോലത്തെ ഒരു സ്ഥലത്തേക്ക് വെച്ചേക്കണം. ഇതേ കണ്ടോ, അത് അതേപോലത്തെ സ്ഥലത്ത് വെച്ചേക്കണം. കെട്ടിടം കാണാനുണ്ടോന്ന് അറിയില്ല. അതേ അവിടെ ഒരു കെട്ടിടം കണ്ട ആ വെള്ള കളറില്. കെട്ടിടത്തിന്റെ അടുത്തേക്ക് നമ്മള് പോണേന്ന് തോന്നുന്നു. അത് ഇരിക്കുന്ന സ്ഥലം കണ്ടോ തന്നെ വീഡിയോവും. അങ്ങറ്റല്ലേ, അങ്ങറ്റം. അവിടെ ഇതേപോലെ വളഞ്ഞ് ചുരം പോലെ കയറി വരുമ്പോ അവിടുന്ന് കെട്ടിടം കണ്ടപ്പോ ശരിക്കും പേടി. പക്ഷെ ഈ വഴി പോകുമ്പോ അത്ര പേടിയാവണില്ല. അത് ശരിയാണല്ലോ. കണ്ണിൻഡോമയ്ക്കുള്ള ഇപ്പൊ കെട്ടിടം കാണാൻ പറ്റൂടോ. നല്ല സ്പോട്ടും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. എന്റെ മോനെ, ഞാൻ ആദ്യമായിട്ടോ ഗൈസ് വാഗമണ്ണയിലേക്ക് വരണേ. സീൻ സ്പോട്ടടി. ബാക്കും ഫ്രണ്ടും. ഞാൻ പറഞ്ഞ കെട്ടിടം പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം ഗൈസ്. ഇവിടെ വീട് പണിയോ ഇപ്പട്ടെയോ? അല്ലല്ല, തന്നെയല്ലേ. അല്ല, വേറെ കണ്ട നമ്മള്. അതാണ് കണ്ടത്. ഇവിടെ കാണുന്ന കെട്ടിടം കണ്ടോ? ആ വെള്ള കെട്ടിടം അതാട്ടോ ഞങ്ങൾ അവിടുന്ന് കണ്ടോ. അത് ശരിക്കും പേടിയായിട്ടോ ഞങ്ങൾ അവിടുന്ന് കണ്ടപ്പോ. അവിടെ എന്താ വ്യൂ പോയിന്റ്. അവിടെ വണ്ടികൾ തുരുതുര ലൈനായിട്ടാണ് പോണത്. നല്ല ഡിസിപ്ലിൻ ഉണ്ട്. സ്ഥലമില്ല, അതുകൊണ്ട് പുറകെ ലൈനായിട്ട് പോകണം. ഡിസിപ്ലിൻ ഉള്ള വണ്ടികളാണ് എല്ലാം. ഡിസിപ്ലിൻ നിൽക്കുന്ന പോലെ. അവിടെ ആ വീടിന്റെ അടുത്ത് എത്തട്ടെ, എന്നിട്ട് കാണിക്കാം. ഗൈസ്, ഇവിടെ എന്താ സംഭവം ഉണ്ട് കേട്ടാ. ഗൈസ്, ഇവിടെ കൊറേ സംഭവങ്ങളുണ്ട്. കാരണം ഇവിടെ കൊറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്റെ മോനെ വ്യൂ. ആ വീടിന്റെ മുകളിലൊരു സാധനം ഉണ്ട്. പിന്നെ കടുവ വേറെ കണ്ടിട്ടാ. പുലി എന്ത് സാധനം കണ്ടോ ഗൈസ്? എന്തോ സാധനം കരടിയാന്ന് തോന്നൂട്ടാ. ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ഉടായ്പകള്. എന്തായാലും നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഏതോ സാധനം അത് ഫുള്ള് സിമെന്റും കൊണ്ട് പണിതാണ്. പിഗ് ബുള്ളാണോ? പിഗ് ബുള്ള്. കടുവ. ഇവിടെ കൊറേ സംഭവങ്ങൾ കിട്ടാ. ഇനി മഞ്ഞാട്ടോ. നിങ്ങൾക്ക് മര്യാദക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ക്യാമറയുടെ കുഴപ്പമൊന്നുമല്ല, മഞ്ഞ ഇട്ടാ ഫുള്ള് ഇവിടെ മഞ്ഞാട്ടോ. ജനല് ഫുള്ള് മഞ്ഞാണ്. ഫുള്ള്
കേട്ടോ ഫുള്ള് മഞ്ഞ. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഏറ്റവും മുകളിലാണെന്നാണ് ഞങ്ങളുടെ റിസോർട്ട് എന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഇത്രയും ചുരം കയറി ആദ്യം ആ മല, അവിടെ ഒരു മല കാണാനില്ലേ ചെറുതായിട്ട്, ആ മലയുടെ ഏറ്റവും താഴെയായിരുന്നു. ഇപ്പൊ ഏകദേശം ആ മലയുടെ ഒപ്പത്തി, ആ മലയല്ല, ആ കാണുന്ന മലയല്ല കേട്ടോ, ഈ മലയുടെ കൊപ്പത്തി ഉണ്ട് കേട്ടോ, ഈ മലയുടെ കൊപ്പത്തി. ഇനി നമ്മള് കേറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേറ്റാണ്, ഇതേ കണ്ട ഇവിടെ കേറ്റാണ്. ഇനി ഇങ്ങനെ കേറ്റം കയറി ലാസ്റ്റ് ഇതിന്റെ മുകളിലെത്തുമെന്നാണ് എന്റെ ഇത് കണ്ട. ഗൈസ് അവിടെ കൊറേ വീടുകളുണ്ടാ, ഗൈസ് അവിടെ ഇഷ്ടം പോലെ വീടുകളുണ്ടാ. ഹിമാലയം പർവ്വതം കൊറേ ഭാഗം താഴ്ന്നു കിടക്കുന്നു. അവിടെ പച്ചപ്പ് മല കണ്ടോ സീനാണ്. ഇവിടെ കൊറേ അടിപൊളി സാധനങ്ങളുണ്ട്. ഇവിടെ മുകളിൽ ആ മല ദത് യോ ഏത് ദത് ലോറി അല്ല കേട്ടോ, ആ മല. അവിടെ ഒരു ചുവന്ന വീട് കണ്ടോ നിങ്ങള്? ഇതൊക്കെ കുന്നിന്റെ മുകളിലാട്ടോ. അവിടെ കൊറേ തേയിലത്തോട്ടൊക്കെ ഉണ്ട്. വീടുകളൊക്കെ ഉണ്ടല്ലോ, സീനാണ്. വളവല്ല, പുറത്തെ സൈഡൊക്കെ കണ്ടു. എന്താടാ ഇവിടെ കൊറേ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു അടിപൊളി ലൊക്കേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ കൊറേ അടിപൊളി ഇനിയിപ്പൊ നല്ല സ്ഥലത്തേക്ക് എത്തി ഗൈസ്. ഇനിയിപ്പോ കുഴപ്പമുണ്ടാവില്ല ഗൈസ്. എനിക്കൊരു മണ്ടത്തരം പറ്റി. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇന്ന് റിസോർട്ടിൽ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കുമെന്ന്. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി, റൂമിൽ വെച്ചിട്ട് പോയി, കുറേ സ്ഥലങ്ങളിലേക്ക് പോയി. ഇവിടെ ഒരു സ്പെഷ്യലായ സ്ഥലം മൊട്ടക്കുന്ന് പോയി, പിന്നെ കുറേ സ്ഥലങ്ങളിലേക്ക് പോയി. ഫുൾ അഡ്വഞ്ചർ ആയിരുന്നു. അങ്ങനൊന്നും പോയി എടുക്കാൻ പറ്റില്ല. ജൈന്റ് വീലിൽ പോയി, മറ്റേ ബോട്ട് പോലത്തെ സാധനത്തിൽ പോയി, ചെറിയ റോളർ കോസ്റ്ററിൽ പോയി. നല്ല സ്പീഡിലായിരുന്നു കേട്ടോ, ഇതായിരുന്നല്ലേ. പിന്നെ ഗോസ്റ്റ് ഹൗസിൽ പോയി, കുറേ സ്ഥലത്ത് പോയി. ഫോൺ പക്ഷെ റൂമിലായിരുന്നു. എന്ത് ചെയ്യാനാ, അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനി നാളെ വെളുപ്പിനെ 3 മണിക്ക് എണീറ്റിട്ട് വേണം ഡേ 2 എടുക്കാൻ. അപ്പോൾ ഗൈസ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോ കാണാം. ബൈ.